ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ മാങ്ങ സീസണിൽ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഒപ്പം ചേരുന്ന ഒരു അടിപൊളി മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അധികം പുളിയൊന്നും ഇല്ലാത്തതിനാൽ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു കറിയാണിത്. മാത്രമല്ല, ഈ റെസിപ്പി കണ്ടാൽ നിങ്ങൾ ഇത് ഇന്ന് തന്നെ ഉറപ്പായിട്ടും ചെയ്തു നോക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ മാങ്ങാക്കറിക്ക്. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി മാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. പുളിയുള്ളതോ പുളി കുറഞ്ഞതോ അങ്ങനെ ഏത് മാങ്ങ വേണമെങ്കിലും നമ്മുടെ കറിക്കായിട്ട് എടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ എടുത്ത മാങ്ങയ്ക്ക് നല്ല പുളിയാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് മാങ്ങ ചെറുതായി മുറിച്ചതിന് ശേഷം ഒരല്പം ഉപ്പ് കലക്കി വെള്ളത്തിൽ ഇതിട്ട് വെച്ചേക്കുവാണ്. മാങ്ങ കഷ്ണങ്ങൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചാൽ മാങ്ങയിൽ അധിക പുളിയൊക്കെ മാറിക്കിട്ടും. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ കറി മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായി നീളത്തിൽ മുറിച്ചതും, ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചതും, അതുപോലെ 5-6 വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചതും കൂടി നമുക്കിതിലേക്ക് ഒന്നിട്ട് വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അതിനുവേണ്ടി ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 പച്ചമുളക് ചെറുതായി മുറിച്ച് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ നിറമൊക്കെ മാറുന്നത് വരെ ചെറുതീയിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പുളിയൊക്കെ ഉള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ കഴിവതും മൺചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇരുമ്പിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഒക്കെ പാത്രങ്ങളിൽ പുളിയുള്ള കറി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും കറ ഇറങ്ങി വരും. ആ കറ കാരണം നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും. അതുമാത്രമല്ല, ചിലർക്ക് വയറുവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വെളുത്തുള്ളി സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മുളക് പൊടിയുടെ അളവ് തീരെ കുറച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം തീരെ കുറച്ച് വെച്ച് ഏകദേശം 1 മിനിറ്റോളം നമ്മുടെ മസാലപ്പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയെടുത്ത മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. 1 മുറി തേങ്ങ ചുരണ്ടി പിഴിഞ്ഞെടുത്ത് 1 ഗ്ലാസ് 1-ാം പാലും 1.5 ഗ്ലാസ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1.5 ഗ്ലാസ് 2-ാം പാലാണ് നമ്മൾ ഈ വഴറ്റിയ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ കറി തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 ഗ്ലാസ് 1-ാം പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് തിളപ്പിക്കാം. അധികം തിളപ്പിച്ചാൽ നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് വെറും 1 മിനിറ്റ് കൂടി മാത്രം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ചേരുന്ന നമ്മുടെ അടിപൊളി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിലൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.